രാജ്യം ആദ്യം, പിന്നെ ബാക്കിയെല്ലാം. റസൂൽ പൂക്കുട്ടിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണിത്. ഇതിന് ഉപോത്ബലകമായി ചില വാർത്തകളും ചില വിവാദങ്ങളും കേരളത്തിലുണ്ടായി. ഏഷ്യാനെറ്റിന്റെ CP അജിത എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടറാണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ ഈ ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞല്ലോ, ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കേന്ദ്ര ഗവൺമെന്റ് എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ സിനിമയെ സെൻസർ ചെയ്താലും ഞങ്ങളുടെ അവതരിപ്പിക്കുന്ന എല്ലാ സിനിമയും ഞങ്ങൾ കാണിക്കും എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്നാൽ എല്ലാ സിനിമയും കാണിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് എല്ലാ സിനിമയും കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിന്റെ റസൂൽ പൂക്കുട്ടിയുടെ അതിമനോഹരമായ, ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു പത്ര സമ്മേളനം അല്ലെങ്കിൽ ഒരു ബൈറ്റ് കൊടുക്കൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഒരു പഴുതടച്ചിട്ട് ഒരു വാക്ക് പോലും പത്രലേഖകർക്ക് വിവാദമുണ്ടാക്കാൻ പറ്റാത്ത രീതിയിലാണ് റസൂൽ പൂക്കുട്ടി അവതരിപ്പിച്ചത്. അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറയാം. അദ്ദേഹം ദുബായിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്തേക്ക് ഫിസിക്കലി ചില ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉണ്ടാവാൻ പറ്റില്ല എന്ന് ഗവൺമെന്റിനോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഇരുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് സമ്മതിച്ചു. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ, ദുബായിൽ ഇരുന്നു കൊണ്ട് തന്നെ വീഡിയോ കോൺഫറൻസിലൂടെയും വാട്സപ്പ് ചാറ്റുകളിലൂടെയും മെയിലുകളിലൂടെയൊക്കെ ഡൽഹിയിൽ നിരന്തരം കോൺടാക്ട് ചെയ്യുകയും ഡോക്ടർ ശശി തരൂരിന്റെ പേര് പലവട്ടം അദ്ദേഹം പറയുന്നുണ്ട്. ഡോക്ടർ ശശി തരൂരിന്റെ സേവനമൊക്കെ എടുത്തുകൊണ്ട് മന്ത്രി ജയശങ്കറിന്റെ സേവനമൊക്കെ എടുത്തുകൊണ്ട് 187 സിനിമകൾ അനുവദിച്ചതിൽ, 187 സിനിമ ലിസ്റ്റ് ചെയ്തതിൽ 187 സിനിമയ്ക്കും ചില സാങ്കേതികത്വങ്ങൾ ചില കാര്യങ്ങളിൽ ഉണ്ടായി. ഒന്നാമത് ബിസിനസ് ക്ലാസ്സിലാണ് ഇതുവരെ ആളുകൾ വന്നുകൊണ്ടിരുന്ന, ടിക്കറ്റ് എടുക്കാൻ എളുപ്പമായിരുന്നു. അത് കോൺഫറൻസ് ടിക്കറ്റ് സംവിധാനത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ കുറെ നൂലാമാലകളുണ്ട്. അതെല്ലാം പോർട്ടൽ വഴിയാണ്. പോർട്ടലിൽ അങ്ങോട്ട് കാര്യങ്ങൾ പറയാമെന്നുള്ളത് കുറി കൊടുക്കാന്നുള്ളത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. ഒരാളിരുന്ന് എടുക്കുന്നതല്ലോ അപ്പുറത്ത്. ആപ്പും മൊബൈൽ ആപ്പും പോർട്ടൽ എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് സാങ്കേതികത്വമൊക്കെ വന്ന് അവസാനം കുറെ അധികം പേർക്ക് എല്ലാവർക്കും വിസ എല്ലാം കിട്ടി, ടിക്കറ്റ് എല്ലാം ക്ലിയർ ചെയ്തു. അങ്ങനെ 187 സിനിമകളിൽ ഒരു 17 സിനിമകൾ ഒഴിച്ച് ബാക്കി 17-18 സിനിമകൾ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമയ്ക്കും അനുവാദം കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അപ്പോഴാണ് കേരളത്തിൽ ഈ വിഷയം സജി ചെറിയാന്റെയും സാംസ്കാരിക സിനിമാ മന്ത്രി സജി ചെറിയാന്റെയും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ റസൂൽ പൂക്കുട്ടി പെടുത്തുന്നു. ചലച്ചിത്ര അക്കാദമി കുക്കു പരമേശ്വരനൊക്കെ ചെന്ന് പറയുന്നു. അപ്പൊ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, രാഷ്ട്രീയമായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാം കാണിക്കാനാണ്. മനസ്സിലാക്കുക, രാഷ്ട്രീയമായി എല്ലാം കാണിക്കണമെന്ന് തീരുമാനിച്ചു. അത് ശരിയാണ് പിണറായി വിജയൻ പറഞ്ഞത്. അത് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത് രാഷ്ട്രീയമായി ഇന്നും കറക്റ്റാണ്, അന്നും കറക്റ്റാണ്. CP അജിത, പ്രിയപ്പെട്ട CP അജിതെ, അതിലൊരു കീഴടങ്ങലുമില്ല, ഒരു പിൻവാങ്ങലുമില്ല. അങ്ങനെ രാഷ്ട്രീയത്തിന് പറയാൻ കഴിയൂ മുഖ്യമന്ത്രിക്ക്. എല്ലാം ഞങ്ങൾ കാണിക്കും. രാഷ്ട്രീയ വിവേചനം കൊണ്ട് അവിടെ ഏതെങ്കിലും തടഞ്ഞു വെച്ചാൽ അത് ഞങ്ങൾ കാണിക്കും. ഓക്കെ. പിന്നെയാണ് കഥ മാറുന്നത്. ഈ 17-18 ചിത്രങ്ങളിൽ 6 ചിത്രങ്ങൾ ഒഴിച്ചുള്ളത് ബാക്കിയുള്ളതിന് കൂടി ശശി തരൂരിന്റെയും ജയശങ്കറിന്റെയും ഇവിടുത്തെ ഗവൺമെന്റിന്റെയും പിണറായി വിജയന്റെ ഓഫീസിന്റെയും സാംസ്കാരിക മന്ത്രി എല്ലാവരുടെയും കൂടെയും റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ നിരന്തര സമ്മർദ്ദം കൊണ്ട് 6 സിനിമകൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കൊടുത്തു. അപ്പോഴാണ് 6 സിനിമകളെ സംബന്ധിച്ച് ബ്രോഡ്കാസ്റ്റിംഗ് ഡിവിഷനിൽ നിന്നും, ഡൽഹിയിൽ നിന്നും, പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും, ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ചീഫ് സെക്രട്ടറിക്ക് കത്ത് വരുന്നത്. ഇത് CP അജിതെ പറയണ്ടേ, ജനങ്ങളോട് പറയണ്ടേ? അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും ഗവൺമെന്റിനെ തെറി പറയുക, പിണറായിയെ തെറി പറയുക, മോഡിയെ തെറി പറയുക, ഇതല്ലല്ലോ നമ്മുടെ ചാനലിന്റെ അത് യൂട്യൂബ് ചാനലുകളും ഡിജിറ്റൽ ചാനലുകളും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയും കാശ് കിട്ടാൻ വേണ്ടിയും പറഞ്ഞാൽ കുഴപ്പമില്ല. തമ്പൊക്കെ പലതും നെഗറ്റീവ് ഇടും, നമ്മളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഏഷ്യാനെറ്റ് പോലുള്ള വളരെ ക്രെഡിബിൾ ആയ ഒരു ചാനൽ, പ്രതി CP അജിതെ പോലുള്ള ആളുകൾ. അപ്പൊ എന്താ പറഞ്ഞത്? ഈ 6 എണ്ണത്തിന് എന്തുകൊണ്ടാണ് 6 എണ്ണത്തിനെ തടഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അപ്പുറം നമ്മുടെ രാജ്യത്തെ വിദേശ നയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. വിദേശ നയത്തിൽ പല രാജ്യങ്ങൾക്കും ഇവിടെ ഓരോ രാജ്യങ്ങളും മറ്റ് ചില രാജ്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തും, രാജ്യത്തിലെ വ്യക്തികൾക്ക് നിരോധനം ഏർപ്പെടുത്തും, ചില സംവിധാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തും. എല്ലാ രാജ്യത്തും ഉള്ളതാണത്. നമ്മെപ്പോൾ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാമും ഒക്കെ നടക്കുന്ന ഒരു നാട്ടിൽ വളരെ കൃത്യമായി വിദേശ നയത്തിന് അനുകൂലമല്ലാത്ത ഏതെങ്കിലും സിനിമ അല്ലെങ്കിൽ സിനിമാ സംവിധായകരെ അല്ലെങ്കിൽ ആ രാജ്യത്തെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ പറ്റൂ. നമ്മുടെ രാജ്യത്തിനും അങ്ങനെ ലോകത്തിലടത്തും പോകാൻ പറ്റൂ. എല്ലാം കാണിക്കുന്നതല്ല സ്വാതന്ത്ര്യം. ചിലത് അടച്ചു വെക്കുന്നതാണ്, ചിലത് കാണിക്കാതിരിക്കലാണ്. എല്ലാം പറയുന്നതല്ല സ്വാതന്ത്ര്യം, ചിലത് പറയാതിരിക്കലാണ്. നമ്മളെല്ലാം പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വസ്ത്രം ധരിക്കും, നമ്മൾ വീട്ടിൽ വരുമ്പോൾ വീട്ടിലും വസ്ത്രം, മറ്റു വസ്ത്രം ധരിക്കും, ബെഡ്റൂമിൽ ചിലപ്പോൾ നമ്മൾ അല്പവസ്ത്രധാരിയായി നിൽക്കും.
അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് തലങ്ങളുണ്ട് എന്നുള്ളത് CP അജിതയെ പോലുള്ള ഏഷ്യാനെറ്റിനെ പോലുള്ള ചാനലുകൾ ചിന്തിക്കാത്തത് എന്തേ? നിങ്ങൾക്ക് രാഷ്ട്രീയമാണെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞോളൂ, അതിനകത്ത് തർക്കമില്ല. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ കേരള സ്റ്റോറിയിൽ എന്ത് നിലപാടാണ് നമ്മൾ എടുത്തത്? കേരള സ്റ്റോറി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വരുന്നതല്ലേ? അതെന്തുകൊണ്ട് പറ്റില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള എല്ലാവരും പറഞ്ഞില്ലേ കേരള സ്റ്റോറി ഇവിടെ പറ്റില്ല എന്ന്? അത് കേരള സ്റ്റോറി വേണോ വേണ്ടെന്നുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത്. കാരണം അത് സമൂഹത്തിൽ ഡിവൈഡ് ഉണ്ടാക്കുമെങ്കിൽ, മതപരമായ ഡിവൈഡ് ഉണ്ടാക്കുമെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ, ഒരു സമൂഹത്തെ അവമതിക്കുന്നതാണെങ്കിൽ അത് കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അയ്യപ്പൻ പാട്ട് വന്നല്ലോ, പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് വന്നപ്പോൾ CPM കാര്യം ഇടതുപക്ഷക്കാരും എന്തൊരു വ്യാപലാതിയാണ് വിട്ടത്. കേസെടുത്തു, എങ്ങോട്ടൊക്കെ പോയവർ അവസാനം എല്ലാത്തിനും പിന്തിരിഞ്ഞോടേണ്ടി വന്നില്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇങ്ങനെ 6 ചിത്രങ്ങൾ കാണിക്കാൻ? ആ ചിത്രങ്ങളല്ലാതെ ചിലപ്പോൾ യൂട്യൂബിൽ കിട്ടും, അല്ലാതെ വേള കഴിഞ്ഞാൽ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റും, അതിലൊക്കെ പറ്റും. ഒരു സർക്കാരിന്റെ ഔദ്യോഗിക ഒരു കൾച്ചറൽ പരിപാടിയിൽ ഒരു കൾച്ചറൽ കൾട്ട് ഉണ്ടാക്കി അങ്ങനെയും ഗവൺമെന്റിനെ തള്ളി, അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടിയെ പോലുള്ള അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്നവരെ തള്ളിക്കൊണ്ട് പോകുന്ന ഒരു സമീപനം ഉണ്ടല്ലോ, അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, അത് ഐഡിയോളജി പരമായിട്ട് ഇൻകറക്റ്റ് ആണ്, അത് മാത്രമല്ല അത് ജേർണലിസ്റ്റിക് വ്യൂവിൽ നോക്കിയാലും ഇൻകറക്റ്റ് ആണ്, അത് ശരിയായല്ല. അതൊരു വേറൊരു തരത്തിലുള്ള ഒരു പത്രപ്രവർത്തനവും മാധ്യമ പ്രവർത്തനവുമാണ്. തീർച്ചയായിട്ടും ഈ റസൂൽ പൂക്കുട്ടി വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്, ഇന്ത്യയുടെ വിദേശ നയത്തിന് എതിര് നിൽക്കുന്ന 6 സിനിമകൾ ഇവിടെ അവതരിപ്പിക്കണമെന്ന് ഏത് കൾച്ചറൽ ഫെസിലിറ്റിയുടെ പേരിലാണ്, ഏത് കൾച്ചറൽ റിനൈസൻസിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പേരിലാണ് നമ്മളത് പറയുന്നത്? ഒരു ഉത്തരവും ഒരു പത്രപ്രവർത്തകർക്കും ഇല്ല, CP അജിതയ്ക്ക് ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്കത് കാണിക്കാൻ പറ്റില്ല. എന്തിനാണ് സിനിമയിൽ സെൻസർഷിപ്പ് വെച്ചിരിക്കുന്നത്? പടം വെച്ചിരിക്കുന്നത്? പടം വച്ചാൽ പോലും എന്ന പടം കാണിക്കുന്നതിന് പോലും എക്ക് ലിമിറ്റ് ഉണ്ട്. പക്ഷേ CP അജിതയ്ക്ക് അറിയണ്ടേ, എക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, എന്തും കാണിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് നൂഡായിട്ട് പടം വരില്ല. അത് പിന്നെ വേറെ ഫോൺ വീഡിയോ ഒക്കെ വേറെ കാര്യം കണ്ടാലേ കാണുള്ളൂ. അല്ല തിയേറ്ററിൽ ഒരിക്കലും ഒരു പടം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് നഗ്നത കാണിക്കാൻ പറ്റില്ല, അതിന് പോലും ലിമിറ്റ് ഉണ്ട്. പിന്നെ ഉണ്ട്, യു ഉണ്ട്, വെറും യു ഉണ്ട്, എന്തെല്ലാം സെൻസർഷിപ്പ് വെച്ചിരിക്കുന്നു. എന്തിന്? ലോകത്തെല്ലായിടത്തും സെൻസർഷിപ്പ് വെച്ചിട്ടുണ്ട്. എന്തിന് വച്ചിരിക്കുന്നത് ചോദിച്ചാൽ വളരെ ലളിതമാണ്. ഒരു സമൂഹമായി ജീവിക്കുന്നവർ, വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യം അതുപോലും പരിമിതമാണ്. ആ നിയമത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റൂ. എനിക്ക് വലതുവശത്തൂടെ വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പറ്റത്തില്ല. മറ്റു ചില രാജ്യങ്ങളിൽ ചെന്നാൽ എനിക്ക് ഇടതുവശത്തൂടെ ഓടിക്കണം എന്ന് വെച്ചാൽ പറ്റത്തില്ല. ആ റോഡിന്റെ നടുക്കൂടെ എപ്പോഴും എനിക്ക് പോകണമെന്ന് വെച്ചാൽ പറ്റത്തില്ല. എല്ലാ സ്വാതന്ത്ര്യം, ട്രാഫിക് ലൈറ്റ് വെക്കുകയാണെങ്കിൽ ട്രാഫിക് ലൈറ്റിൽ നിൽക്കാതെ എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. പരിമിതമായ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 2 തരം നിയമങ്ങൾ ഉണ്ടെന്നും കൂടി ഏഷ്യാനെറ്റ് CP അജിതയൊക്കെ മനസ്സിലാക്കണം. ഒന്നാമത്തെ നിയമം ഇങ്ങനെ എഴുതപ്പെട്ട ഭരണഘടന തരുന്ന ചില നിയമങ്ങൾ. രണ്ടാമത് എഴുതപ്പെടാതെ നമ്മൾ പരമ്പരാഗതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില ചിട്ടകളും കാര്യങ്ങളും, അതിന് ആചാരം എന്നൊക്കെ വേണേൽ പറയാം, മതപരത്തൊക്കെ പറയാം, ആചാരങ്ങൾക്കപ്പുറം ചില ചിട്ടകളും കൂടെയാണ് ഒരു സമൂഹം അങ്ങനെ തന്നെ നന്നായി നിലനിൽക്കുന്നത്. അവിടെ പൊളിറ്റിക്കൽ ഡിവൈഡാണ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും, പൊളിറ്റിക്കൽ ഡിവൈഡ് ഉണ്ടാവാത്തത്, റിലീജിയസ് ഡിവൈഡ് ഉണ്ടാകാത്തത്, കാസ്റ്റ് ഡിവൈഡ് ഉണ്ടാകാത്തത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കേരള സ്റ്റോറിക്ക് കേരളത്തിലുള്ളവർക്ക് വേറൊരു ആവിഷ്കാരം, അയ്യപ്പൻ പാട്ട് വരുമ്പോൾ അതിന് 2 തരത്തിലുള്ള ആവിഷ്കാരം. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തോ സംഭവിച്ചു പോയി. മുഖ്യമന്ത്രി കറക്റ്റ് ആണ് പൊളിറ്റിക്കലി, അതേ അഡ്മിനിസ്ട്രേറ്റീവ് പരമായി നോക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു കത്ത് വന്നാൽ നമ്മൾ കാണിക്കും, നമ്മൾ ചെയ്യും എന്ന് പറയുന്ന ഒരു വാർത്ത, നിങ്ങൾ എത്രയോ വാർത്തകൾ, എത്ര 100 കണക്കിന് വാർത്തകൾ നിങ്ങൾ ശേഖരിച്ചുകൊണ്ട് നിങ്ങളുടെ ഡെസ്കിൽ കൊടുക്കൂലേ? ഡെസ്കിൽ കൊടുക്കുമ്പോൾ ആ വാർത്ത എല്ലാം ഇടാൻ പറ്റുമോ? അപ്പൊ അവർ പറയും നമ്മുടെ പോളിസിക്കെതിരാണെങ്കിൽ ആ വാർത്ത ഇടാൻ പറ്റില്ല, അല്ല ഇത് അഡ്മിനിസ്ട്രേറ്റീവിന് തെറ്റാണെങ്കിൽ ഈ വാർത്ത ഇടാൻ പറ്റില്ല, ലീഗലി തെറ്റാണെങ്കിൽ ഈ വാർത്ത ഇടാൻ പറ്റില്ല എന്ന് പറയില്ലേ? അങ്ങനെ കൂടി ചെയ്യുന്നതാണ് സൊസൈറ്റി. അങ്ങനെ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ഒരു ഇടപെടലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇടപെടൽ നടക്കുമ്പോൾ എല്ലായ്പ്പോഴും പൊളിറ്റിക്സ് തന്നെ ജയിച്ചു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അഡ്മിനിസ്ട്രേഷൻ കൂടി ജയിക്കും, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ മുമ്പിൽ നിൽക്കും. അപ്പോൾ മുഖ്യമന്ത്രിയെ അദ്ദേഹം പിൻവാങ്ങിയതാണ്, അദ്ദേഹം കീഴടങ്ങിയതാണെന്ന് പറയുന്നത് അത് ശരിയല്ല. ഇതിൽ യാഥാർത്ഥ്യം എന്തെന്ന് റസൂൽ പൂക്കുട്ടിയെ ഒന്നുകൂടി വായിക്കുക.